നമ്മളൊക്കെ ചിത്രകാരൻ്റെ ഭാവനയിൽ കണ്ടിട്ടുള്ള ചില ഗ്രാമങ്ങളൊക്കെ ഇല്ലേ, അതുപോലെയാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്തിൻ്റെ ഉൾഗ്രാമങ്ങൾ. എത്ര കണ്ടാലും മതി വരാത്ത കുറേ നല്ല ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് മൂലമറ്റത്തിൻ്റെ ഉൾഗ്രാമങ്ങളായ മൂന്നങ്കവയൽ, ആശ്രമം, അങ്ങനെയുള്ള കുറേ നല്ല സ്ഥലങ്ങളിലോട്ട് നമുക്കൊന്ന് യാത്ര ചെയ്യാം. പിന്നെ മൂലമറ്റത്തിൻ്റെ കുറച്ച് ചരിത്രത്തിലോട്ട് നമുക്കൊന്ന് യാത്ര ചെയ്താലോ. അപ്പോൾ ഈ ഒരു വീഡിയോ തീരുന്നവരെ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ നമുക്ക് ഒരുമിച്ച് ഈ ഒരു ഗ്രാമത്തിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് യാത്ര ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. അനൂപ ട്രാവൽ റിവ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ഇടുക്കി ജില്ലയുടെ മൂലമറ്റത്താണ്. അപ്പോൾ മൂലമറ്റത്ത് നമ്മൾ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അത് വേനൽക്കാലമാണല്ലോ, ഇപ്പോൾ മാർച്ചാണല്ലോ. അപ്പോൾ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ വെള്ളമുള്ള നമ്മുടെ ഇടുക്കി ജില്ലയിലെ പുഴയാണ് നമ്മുടെ തൊടുപുഴയാർ കേട്ടോ. കാരണം വെച്ചാൽ ഇടുക്കി മൂലമറ്റം പവർ ഹൗസിലെ വൈദ്യുതോൽപാദനത്തിന് ശേഷമാണ് നമ്മുടെ തൊടുപുഴയാർ ഉത്ഭവിക്കുന്നത് തന്നെ. കണ്ടോ, നമ്മുടെ പുറകേക്കാണ് തൊടുപുഴയാർ ഇങ്ങനെ അവിടെ നിന്നുള്ള പവർ ഹൗസിലെ വെള്ളം ഇങ്ങനെ ഉൽപ്പാദനത്തിന് ശേഷം ഇങ്ങനെ തുറന്നു വിടുമ്പോഴാണ് ഇത്രയും വെള്ളം. അത് വേനൽക്കാലത്ത് വന്നാൽ ഏറ്റവും കൂടുതൽ വെള്ളം നിങ്ങൾക്ക് തൊടുപുഴയാറിൽ കാണാൻ പറ്റുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഡേഞ്ചറാണ്, നിങ്ങൾ ഇറങ്ങും ചാടുമൊന്നും ചെയ്യരുത്, നീന്തൽ അറിയാവുന്നവർ മാത്രം ഇറങ്ങി കുളിക്കാവുള്ളൂ കേട്ടോ. അത് ഞാൻ മുന്നേ പറയുന്നു. അപ്പോൾ നമ്മൾ അതൊന്നുമല്ല ഇന്ന് കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ നമ്മളിന്ന് ഈ ത്രിവേണി സംഗമം, അതായത് ഇതിനെ ത്രിവേണി സംഗമം എന്നാണ് പറയുന്നത്. രണ്ട് ആറുകൾ കണ്ടോ, ആ രണ്ടാറിലും വെള്ളമില്ല നിലവിൽ. അത് മഴക്കാലത്ത് വന്നാൽ മാത്രമേ വെള്ളമുള്ളൂ. നമ്മുടെ മൂലമറ്റത്തിൻ്റെ എലപ്പള്ളി ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പുഴയും പിന്നെ ഇവിടെ നച്ചാറോ ആ ഭാഗത്തു നിന്ന് ഒരു പുഴയോ, രണ്ട് പുഴയാണ് കൂടിയായിട്ട് ഈ തൊടുപുഴയാർ ഉത്ഭവിക്കുന്നത് തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ആറിൻ്റെ അപ്പുറവശത്ത് കുറേ നല്ല ഗ്രാമങ്ങളുണ്ട്. അതായത് ഇവിടെ ഒരു തൂക്കുപാലമുണ്ട്, പിന്നെ മൂന്നങ്കവയൽ കുറച്ച് അപ്പുറം മാറി ഒരു തൂക്കുപാലമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നല്ല ഗ്രാമങ്ങളുടെയാണ് നമ്മുടെ യാത്ര കേട്ടോ. അപ്പോൾ തൊടുപുഴയാറിൻ്റെ അക്കരെയുള്ള കുറച്ച് നല്ല ഗ്രാമങ്ങളും തൊടുപുഴയാറിന് കുറുകെ കാഞ്ഞാറ് വരെയുള്ള കുറച്ച് നല്ല പാലങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ആ ഗ്രാമത്തിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് യാത്ര ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ തരുന്നവരെ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകുന്ന വിശ്വാസത്തിൽ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ത്രിവേണി സംഗമത്തിൻ്റെ അവിടെ പണ്ട്, അതായത് ഈ ഒരു മൂലമറ്റം പവർ ഹൗസ് ഒക്കെ വരുന്ന കാലഘട്ടം തൊട്ട് ഒരു 10-20 വർഷമായിട്ട് ചേട്ടൻ ഇവിടെ താമസിക്കുന്നതല്ലേ? എനിക്ക് നമ്മുടെ അച്ഛനൊക്കെ ആയിട്ട് 1969 വന്ന അവരൂടെ. അതെല്ലേ? അപ്പൊ ഈ പ്രോജക്റ്റ് പണി നടക്കുന്ന സമയത്ത് അവർക്ക് അച്ഛനൊക്കെ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള. അതെല്ലേ? അപ്പൊ ഇവിടെ ഇതൊരു AKG കോളനി എന്നല്ലേ ഇത് അറിയപ്പെടുന്നത്? ഓക്കെ ഓക്കെ. ഇത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോളനി ഇതിന് മുമ്പ് എവിടെയായിരുന്നു ചേട്ടാ നിങ്ങൾക്ക് താമസിച്ചോണ്ടിരുന്നത്? ഈ നച്ചാർ കോളനിയുടെ പുറമ്പോക്ക് ഭൂമിയിലായിരുന്നു, സൈഡിൽ കൂടി ആയിരുന്നു. അതെല്ലേ? ഇവിടെ ഭയങ്കര ഉരുളുപൊട്ടൽ വന്ന് 82-83 അങ്ങനെ ഓർമ്മയില്ല ഇയർ അല്ലേ? ആ സമയത്ത് ഉരുൾപൊട്ടൽ വന്ന് അവിടെ വീടുകളെല്ലാം നശിച്ചു പോയായിരുന്നു. അല്ലേ? അപ്പൊ ആളപാടൊക്കെ ഉണ്ടായിരുന്നു? ആളപാടം ഉണ്ടായില്ല, വൈകുന്നേരം ആയിരുന്നു. രാത്രിയിലായിരുന്നെങ്കിൽ ചിലപ്പോ വയനാട്ടിൽ ഉണ്ടാവില്ല ദുരന്തം. ഒരു 5 മണി 6 മണി ആയപ്പോഴാണെന്ന് തോന്നുന്നു. കാരണം ആൾക്കാർക്ക് ഒത്തിരി വീട്ടുകാരുടെ സാധനങ്ങളൊക്കെ നമ്മൾ വലിച്ചു കയറ്റി. നമ്മള് ചെറുപ്പമല്ലേ, അപ്പൊ അന്ന് നല്ല ധൈര്യം ഉണ്ടല്ലോ. ഒരു കല്ലുകൊണ്ട് പോയാൽ മതി, വെള്ളത്തിലോട്ട് പോകുന്നു. കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, കാരണം അതുപോലെ ഫോഴ്സാ വെള്ളത്തിനല്ലേ, മലയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ കണ്ടല്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ നടുക്കോടെയുള്ള നമ്മുടെ മൂലമറ്റം പവർ ഹൗസിലെ വെള്ളം ഇങ്ങനെ വരുന്നതാണ്. രണ്ട് സൈഡിലും, ഒരു സൈഡിൽ നച്ചാറും ഒരു സൈഡിൽ വാഗമണ്ണി എന്ന് വരുന്ന നമ്മുടെ ഇലപ്പള്ളി എന്നൊക്കെ വരുന്ന പുഴ, എടാട് വരുന്ന ഒരു പുഴയാണ് കേട്ടോ. അപ്പൊ അതാണ്. പിന്നെ ഇതിന്റെ മേളിലൊരു ബൈപ്പാസ് ചെറുതോര, ഈ നച്ചാറ് നമ്മളെ ഈ ഒരു പവർ ഹൗസിൽ അങ്ങനെ കനാലിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി അവിടെ ചെറിയൊരു ബൈപ്പാസ് പോലെ നിർമ്മിച്ചിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അത് നമ്മുടെ മൂലമറ്റം പോകുന്ന വഴിക്കാണ്. അതുപോലെ തന്നെ ഈ ചേട്ടൻ ആണ് നമ്മുടെ മൂലമറ്റത്തുള്ള നമ്മുടെ സ്കൂളിന്റെ ആ ഒരു ട്രെയിനിന്റെ പടം വരച്ച ഈ ചേട്ടനാണ്. സുരേഷ് എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ചേട്ടൻ ഇവിടെ വർഷങ്ങളായിട്ട് ഈ നാട്ടുകാരൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയും എനിക്ക് വേണമെങ്കിൽ മൂലമറ്റത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ അടിച്ചു നോക്കി സെർച്ച് ചെയ്താൽ കാണാവുന്ന ആ ട്രെയിനിന്റെ പടമുള്ള സ്കൂളായിരിക്കും. ഒരുപാട് വൈറൽ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വൈറൽ വീഡിയോസ് വന്ന് ആ ഒരു പടം വരച്ച ചേട്ടനാണിത്. അപ്പോൾ ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ നല്ലൊരു പടത്തിന്റെ ആശയം വന്നതിനും അങ്ങനെ വരച്ചു വെച്ചതിന് കേട്ടോ. കാരണം വെച്ചാൽ ഇനിയും ഒരുപാട് ആൾക്കാർ ആ ഒരു പടം കാണട്ടെ കേട്ടോ. എടാ, ഇവിടെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ പണ്ട് ചേട്ടൻ്റെ പടം? നമ്മുടെ ഓർമ്മയിൽ അതായത് ആദ്യത്തെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ പുറപ്പാടെന്ന് പറഞ്ഞ സിനിമ, മമ്മൂട്ടിയുടെ പടം. അത് ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു അന്ത കാലത്ത്. അത് തന്നെ. പിന്നെ മോഹൻലാലിന്റെ എല്ലാ നടന്മാരും ഉണ്ടായിരുന്നു. രസാന്തര സിനിമയ്ക്ക് ഇവിടെ ഷൂട്ട് ചെയ്തു. രസാന്തരം എവിടെയാണ് ഷൂട്ട് ചെയ്തത്? ആ സൈക്കിളെ പോണ സീനൊക്കെ ഇവിടെയായിരുന്നു, ഈ ഭാഗത്തായിരുന്നു. ഓ അതല്ലേ. ഇത് പുറപ്പാടാണ്. കാരണം ഈ കോളനി എന്നാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പുറപ്പാട് സിനിമ കണ്ടാൽ മതി. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ AKG കോളനി എന്ന് അറിയണം. അതിന്റെ ആരംഭം എങ്ങനെയായിരുന്നു? അന്ന് വീടുകളും കാര്യങ്ങളും, അന്ന് വീടുകളില്ലല്ലോ. കാരണം ടെമ്പററി അറ്റാച്ച്മെന്റ് ആയിരുന്നു. ഇവിടെ ഇപ്പൊ എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ടോ? ഈ ഒരു 100-150 പേരുണ്ടല്ലേ? അപ്പൊ ചേട്ടാ ഈ ഇൻഫർമേഷൻ തന്നതിന് ഒരുപാട് നന്ദി കേട്ടോ. നമുക്ക് വീണ്ടും കാണാവേ. ഓക്കെ എന്നാ. അപ്പൊ നമുക്ക് ഇനി മൂലമറ്റത്തെ സ്കൂളിന്റെ അപ്പുറമുള്ള നമുക്ക് ഈ ഒരു നച്ചാറിന് കുറിയുള്ള ആ ഒരു ബൈപ്പാസ് എന്നല്ലേ പറഞ്ഞത്, ബൈപ്പാസ് നിർമ്മിച്ച് അന്ന് കാണാം. ഈ വെള്ളം കനാലിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് പാലം കെട്ടി സെപ്പറേറ്റ് വെച്ചേക്കോ അല്ലേ? അപ്പൊ ആ ഒരു പാലം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണിച്ചു തരാം നിങ്ങളെ. എന്നിട്ട് നമുക്ക് ഇതിന്റെ താഴെയുള്ള കുറെ പാലങ്ങളും കുറച്ച് ഗ്രാമങ്ങളൊക്കെ നമുക്ക് കാണാം. അവിടെ ഒരു പാട്, ആ പാടിന് അത്രയും വെള്ളം വരും കേട്ടോ. അപ്പൊ അത്രയും വെള്ളം വരുന്ന ഒരു പുഴയാണ്. നമ്മുടെ നച്ചാറിലൊന്നും തീരെ ഉണ്ടോ വെള്ളമേ ഇല്ല കേട്ടോ.
ഇത് മഴക്കാലത്ത് വന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വരുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഭയങ്കര രസമാട്ടോ ഇങ്ങനെ മൂലമറ്റം ഈ ഒരു ഏരിയ. ഇവിടെ ഒരു 10-25 അടി താഴ്ച കേട്ടോ. നല്ല കൊടും ആഴമുള്ള സ്ഥലമാണിത്. കണ്ടോ അവിടുത്തെ ആഴം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും കറുത്തിട്ടാണ് ഇരിക്കുന്നത് വെള്ളം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 തൂക്കുപാലങ്ങളുണ്ട് ഇവിടെ തൊട്ടടുത്തായിട്ട്. ആ 2-ൽ നമുക്ക് പോകട്ടോ. ആ 2ാമത്തെ തൂക്കുപാലം നിങ്ങൾ ആദ്യം ആൾക്കാർ കണ്ടിട്ടില്ല തൂക്കുപാലാണ്. ഇതായിരിക്കും നിങ്ങൾ കൂടുതലും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ട് പുറകിൽ ഇത് തൊടുപുഴയാർ ഉത്ഭവിച്ച് വരുന്ന ഒരു കാഴ്ച കേട്ടോ. ഇപ്പോൾ നല്ല കൊടും വേലിലാണ്. പക്ഷേ കൊടും വേലിലായിട്ടും ഈ ആറിന് എന്ത് വെള്ളം നോക്കി. നമ്മുടെ മൂലമറ്റം പവർ ഹൗസിലെ വെള്ളമാണിത് മൊത്തം വരുന്നത് കേട്ടോ. എന്തായാലും അടിപൊളിയല്ലേ, വീട്ടിൽ ഇങ്ങനെ ശരിക്കും നമ്മുടെ മനസ്സിനൊക്കെ വളരെ റിലാക്സ് ചെയ്ത് ഗ്രാമക്കാഴ്ചകളെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഈ ഒരു തൊടുപുഴയാറിൻ്റെ 2 തീരത്തുള്ള സ്ഥലങ്ങളൊക്കെ നല്ല രസം കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങനെ മൂലമറ്റത്തിൻ്റെ കുറേ ചരിത്രങ്ങളിലേക്ക് യാത്ര ചെയ്യാം. വാ, കിടില ഒരു പൂവുണ്ടോ? അതിൻ്റെ പൂവാ പോലും. അപ്പം ഇതാണ് നമ്മുടെ സുരേഷ് ഏട്ടൻ പടം വരച്ച ആ സ്കൂൾ കേട്ടോ. ഭയങ്കര രസമല്ലേ കാണാൻ വേണ്ടി. കാരണം വെച്ചാൽ പുള്ളി ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ വന്നൊരു കാര്യം കേട്ടോ നമ്മുടെ ഈ ഒരു ട്രെയിനിൻ്റെ പടം. എന്തായാലും ഇതിൻ്റെ പുറകിൽ നച്ചാർന്ന ഒരു ആറുണ്ട്. ആ ചേട്ടൻ പറഞ്ഞില്ലേ, നമ്മുടെ വാഗമണ് മലയുടെ മുകളിൽ നിലപ്പള്ളി ഭാഗത്ത് വരുന്നൊരു പുഴയാണ് നച്ചാറ്. പുഴ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു തോട്, എന്നാലും അത്യാവശ്യം വലിയൊരു പുഴയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതുകൊണ്ട് ആ ഒരു തോട് വന്ന് ചേരുന്ന നമ്മുടെ അതായത് മൂലമറ്റം പവർ ഹൗസിലെ വെള്ളം വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം ഒഴുക്കി വിടുന്ന കനാലിൻ്റെ മുകളിൽക്കിടെയാണ് ആ പുഴ പോയേക്കുന്നത്. ഒരു പാലമൊക്കെ നിർമ്മിച്ചത് വളരെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. എന്നോട് ആ ചേട്ടൻ, നമ്മുടെ സുരേഷ് ചേട്ടൻ തന്നെയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് തോന്നി കേട്ടോ എനിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചകൾ കൂടി മൂലമറ്റത്തിൻ്റെ ഈ ഒരു കാഴ്ചയിൽ ഉൾപ്പെടുത്താട്ടോ. അപ്പോൾ എന്തായാലും വളരെ ചിന്തിച്ച്, അത് KSEB ആൾക്കാരൊക്കെ എത്ര ചിന്തിച്ച് പരമായിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മുടെ ഈ മൂലമറ്റം പവർ ഹൗസിൻ്റെ അനുബന്ധമായിട്ട് ചെയ്തേക്കുന്ന കാഴ്ചകളൊക്കെ. ശരിക്കും തന്നെ ഈ മൂലമറ്റം പവർ ഹൗസ് ഇരിക്കുന്ന തന്നെ വലിയൊരു മലയുടെ അടിവാരത്തിലാണ്. ആ മലയുടെ അപ്പുറഭാഗത്താണ് നമ്മുടെ ഇടുക്കി ഡാം എന്നുള്ളത്. ആ വലിയ മലയെ തുരന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. വെള്ളം അല്ലെങ്കിൽ പൈപ്പ് വഴിയാണ് വെള്ളം ഇങ്ങനെ താഴ്ത്തോട്ട് വന്നേക്കുന്നത്. അപ്പോൾ എത്ര ചിന്തിച്ചാൽ ഇടുക്കിയിൽ നമ്മൾ എവിടെ മഴ പെയ്താലും നമ്മുടെ ഈ ഇടുക്കി ഡാമിലോട്ട് വെള്ളം വരാവുന്ന രീതിയാണ് എല്ലാം നിർമ്മിച്ചേക്കുന്നത്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും തന്നെയാണ് നമ്മുടെ മൂലമറ്റം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. പക്ഷേ എൻ്റെ ഓർമ്മയിലുണ്ടല്ലോ, നമ്മളിങ്ങനെ ഈ കാഞ്ഞാറ് കഴിഞ്ഞിങ്ങനെ വരുമ്പം റോഡിൽ ഇങ്ങനെ വരുമ്പോൾ പണ്ടിങ്ങനെ അത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മൂലമറ്റം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന്. അത് കാണുമ്പോൾ തന്നെ മനസ്സിൽ നമുക്ക് ഒരുപാട് ഓർമ്മകൾ നൽകുന്നതാണ്. ഇപ്പോൾ ആ ബോർഡ് എന്തായാലും ഇല്ല കേട്ടോ. ഈ മുന്നിൽ കാണുന്നതാണ് ഇപ്പോൾ ബൈപ്പാസ് കേട്ടോ. ഇതൊരു തോടാണ് ആ ഒരു കനാലിന് കുറുകെ നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പോകാനുള്ളത് നേരെ ആശ്രമമാണ്. പണ്ട് കാലത്ത് ഒരു സ്വാമി അവിടെ തപസ്സിരുന്നതായി പറയപ്പെടുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്, ഗുഹയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാം. പിന്നെ ആശ്രമത്തിൻ്റെ ചുറ്റുമുള്ള കുറച്ച് നല്ല കാഴ്ചകൾ കൂടി കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ മൂലമരത്തുനിന്ന് ആ വഴി കേട്ടോ വന്നേ. ഇത് നമ്മുടെ KSEBയുടെ അങ്ങോട്ട് സ്വിച്ചാലോട്ട് പോണ വഴിയാണ്. അങ്ങോട്ട് നമുക്ക് പോകത്തില്ല. അപ്പോൾ നമ്മൾ ഈ വഴിയാണ് പോകുന്നത്. ഇതിലേക്ക് തന്നെ ആശ്രമം പോകണേ. നമുക്ക് ഉളുപ്പുണ്ണിയൊക്കെ പോകാം കേട്ടോ. ഉളുപ്പുണ്ണി പോകാൻ ഏകദേശം ഒരു 10 കിലോമീറ്റർ പോയാൽ നമുക്ക് ഉളുപ്പുണ്ണിക്ക് എത്തും. പക്ഷേ ഉളുപ്പുണ്ണിക്ക് നമ്മുടെ ഓഫ് റോഡ് വണ്ടികളൊക്കെയാണ് പോകുള്ളൂ തോന്നുന്നു കേട്ടോ. പിന്നെ കവന്ത അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ വഴിയാണ് പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് ആശ്രമം ജസ്റ്റ് ഒന്ന് കാണാം. ആശ്രമത്തിൻ്റെ അവിടെ വരെ പോയിട്ട് വരാം. ഈ കവന്തയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വഴി നേരെ അങ്ങോട്ട് പോകാം. എന്നാലേ കുറേ ഉൾഗ്രാമങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ എന്നൊരു മൂവി ഉണ്ടോ ഇവിടെ ഫുള്ളായിട്ട് അതിനെക്കുറിച്ചിട്ട് വെച്ചേക്കുന്നത്. കാരണം ഇത് ഈ ഒരു ഏരിയയിൽ ഷൂട്ട് ചെയ്ത മൂവി ആയതുകൊണ്ട് അതിന് കുറേ പോസ്റ്ററുകളൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വെള്ളം വരുന്നൊക്കെ ഉണ്ടോ. വലിയ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന സ്ഥലമാണ്. നമുക്ക് ഈ ഒരു വഴി പോയിട്ടുണ്ടല്ലോ, ഉളുപ്പുണ്ണിക്ക് നമ്മുടെ വാഗമൺ ഉളുപ്പുണ്ണിക്കൊക്കെ പോകാനുള്ള ഏറ്റവും എളുപ്പ വഴി നമ്മുടെ മൂലമറ്റത്തിൻ്റെ കേട്ടോ. നമ്മുടെ ഇലപ്പള്ളിയെ കൂടി അങ്ങ് പോയാൽ ഒത്തിരി ദൂരമുണ്ട്. ഇത് വെറും 10.5 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ ഉളുപ്പുണ്ണിയിൽ എത്തുവാണ്. പക്ഷേ ഈ ഒരു വഴി കംപ്ലീറ്റ് അല്ലെന്നാണ് കേട്ടോ എനിക്ക് തോന്നണേ. കാരണം വെച്ചാൽ അത് കുറച്ച് ഫോറസ്റ്റ് റൂട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവഴി ഉൾപ്പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. കണ്ടോ, ഇതൊരു താഴത്തോട്ട്. ഈ ആശ്രമം ഭാഗത്ത് നിങ്ങൾ മൂലമറ്റത്ത് വരുവാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല ഹെയർ പിൻ വളമൊക്കെ കയറിയാണ് അങ്ങോട്ട് പോകണേ. നല്ല രീതിയിലുള്ള, അതായത് മഴക്കാലത്തൊക്കെ വന്നാൽ ഭയങ്കര ഭംഗിയായിരിക്കും. കാരണം ഒരുപാട് കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളുണ്ട് പോകുന്ന വഴിക്ക്. അപ്പോൾ എൻ്റെ തന്നെ മൂലമറ്റത്തിൻ്റെ ഉൾഗ്രാമങ്ങൾ എന്നൊരു വീഡിയോയിൽ ഞാൻ ഇതിനു മുമ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
എന്നാലും നമ്മൾ ആശ്രമത്തിൻ്റെ ഭാഗം അധികം കാണിച്ചിട്ടില്ല. അപ്പം നമുക്ക് നേരെ ആശ്രമത്തിലോട്ട് യാത്ര ചെയ്യാം. ഇതുണ്ടല്ലോ ഈ പറഞ്ഞ എന്ന മൂവിയുടെ ഒരു ലൊക്കേഷൻ ആട്ടത്. എനിക്ക് വേണ്ടി അവരുടെ കടയൊക്കെയാന്ന് തോന്നുന്നു. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. സിനിമ കാണുമ്പോൾ കണ്ടവരൊന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതാണ് ആശ്രമം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ ഈ ഒരു കടയൊക്കെ ആ സിനിമയ്ക്കകത്ത് വേണ്ടി ഉണ്ടാക്കിയ ചേട്ടനാണ്. ഇതിൻ്റെ സ്ഥലം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഒരു സൈഡിൽ ഇങ്ങനെ ഭയങ്കര കൊക്കയാണ്, മറു സൈഡിൽ വലിയൊരു മല, ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വലിയൊരു മല, നമ്മൾ നടുക്കോടെയാണ് ഇങ്ങനെ പോകുന്നത്. ഈ വഴി നേരെ അങ്ങ് പോയാൽ നമ്മുടെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നമ്മുടെ മൂലമറ്റത്തിൻ്റെ ഉൾഗ്രാമങ്ങളിൽ നിന്ന് വീഡിയോ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ എടുത്ത് കാണും. അപ്പോൾ ഇതിൻ്റെ മേലോട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഇവിടെ അങ്ങനെ അധികം പിടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലം കൂടെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് താഴത്തോട്ട് പോകാം കേട്ടോ. എന്തായാലും നല്ലൊരു സ്ഥലം കേട്ടോ. മൂലമറ്റം കോട്ടമല റോഡിൽ നിന്ന് ഇതറിയപ്പെടുന്നു കേട്ടോ. എന്തായാലും കൊള്ളാം. ഇങ്ങനെ ഒരുപാട് ഉൾഗ്രാമങ്ങളുണ്ട് കേട്ടോ. ശ്രീ ഭക്താനന്ദ ശബരി ആശ്രമം എന്നാണ് ഈ ആശ്രമം അറിയപ്പെടുന്നത് കേട്ടോ. ഈ ആശ്രമം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഒരു നിശബ്ദയുടെ താഴ്വാരമാണ്. പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നമ്മുടെ മനസ്സിനെയൊക്കെ എത്ര ദുഃഖം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കും ഈ ആശ്രമം ഇരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ എന്തായാലും മൂലമറ്റത്ത് വന്നാൽ നിങ്ങൾ മസ്റ്റായിട്ടും വന്നൊന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ആശ്രമം. ഇതിൻ്റെ പുറകിലായിട്ട് വലിയ മലമുകളാട്ടോ. ആ മലയുടെ താഴ്വാരത്താണ് ഇതിരിക്കുന്നത്. ചുറ്റും ഇങ്ങനെ മൊത്തം മലകളുടെ താഴ്വാരം തന്നെയാണ്. ഇത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചയല്ലേ. ഇവിടെ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ഭക്താനന്ദ എന്ന് പറഞ്ഞൊരു സ്വാമി ഇവിടെ തപസ്സിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെയല്ല, ഇതിന് തൊട്ട് മുകളിലായിട്ടൊരു ഗുഹയുണ്ട്, ഒരു തോടിൻ്റെ സൈഡിലായിട്ട്. നമുക്ക് അങ്ങോട്ട് പോകാം ഈ ഒരു ആശ്രമം കണ്ടതിന് ശേഷം. ഈ അമ്പലത്തിലെ ഈ വർഷത്തെ ഉത്സവം കഴിഞ്ഞു പോയി. ഇനി വരും വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്തുള്ള ഉത്സവം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്വാമി തപസ്സിരുന്നിട്ടുള്ള ഗുഹയൊന്ന് കാണാം കേട്ടോ. കുറച്ചുകൂടെ അങ്ങ് മുകളിലോട്ട് പോയിട്ട് വലിയൊരു കുന്നിറങ്ങി വേണം പോകാൻ വേണ്ടി. എന്തായാലും നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാം. ഇത് ഈ ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞോ? ബിജി. ഈ ആശ്രമത്തിന്റെ സ്ഥാപൻ ഇവിടെ വന്ന് തപസ് അനുഷ്ഠിച്ചാണ് ഈ ഗുഹ ഈ ആശ്രമം സ്ഥാപിക്കുന്നതിന് മുമ്പ്. ഓ, അതിന് മുമ്പ് അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു ഗുഹയാണ് നമ്മൾ കാണാൻ വേണ്ടി. ചേട്ടൻ്റെ വീടാണത്? ഓക്കെ. ഇത് ഫുള്ളൊരു വലിയൊരു മലൻ ചെരുവാട്ടോ. നിങ്ങൾ കാണുമ്പോൾ അത്ര ഈസി അല്ല. ഇത് ഇങ്ങോട്ട് ജീപ്പ് ഇറങ്ങി വരില്ല ഏട്ടാ? ഓട്ടോ വരുമോ? ഇറങ്ങി വരുമോ? ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു മലയ്ക്ക് മുകളിലുള്ള കാഴ്ചയാണ്. എന്നാലേ, ഇതുപോലെ മലയടിവാരത്തിലൊക്കെ എത്ര ആൾക്കാർ താമസിക്കണമെന്ന് അറിയോ? ഇവിടെ കൂടുതലായിട്ട് മരങ്ങളാട്ടോ. കണ്ടോ, വീടിന് ശബ്ദം കണ്ടോ? മൊത്തം മഴ പെയ്യുമ്പോൾ ഭയങ്കര കൂളാന്ന് ചേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഈ ഒരു ഗുഹയും കൂടെ കാണിക്കണ്ടേ. കാരണം വെച്ചാൽ ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ചകൾക്കിടയിൽ എവിടെയാണെങ്കിലും മറിഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് ഗുഹ. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്വാമി തപസ്സനുഷ്ഠിച്ച സ്ഥലമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ കാഴ്ച കാണാം. എൻ്റെ വീടാട്ടോ, ഈ പറമ്പിൻ്റെ താഴെയുടെ ഗുഹ. 2 പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. റബ്ബർ ഷീറ്റൊക്കെ ഉണ്ടോ? ഹായ്. കടിക്കില്ല ആദ്യമായിട്ടാണ്. നമ്മളതെ കൂളല്ല കേട്ടോ. പശുക്കളെയും കാണിച്ചു കേട്ടോ. 2 പശുണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പുല്ലുണ്ടോ പശുവിന് തിന്നാൻ വേണ്ടി. അങ്ങനെ കുഴപ്പമില്ല. ഇവിടെ മാങ്ങ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഈ ആശ്രമത്തിലെ ഉത്സവത്തിന് കുമ്പോളം. അതെയോ? ഈ മലയുടെ അടിവാരത്തിൽ നിന്നാണോ കുമ്പോളം? ഈ ഗുഹയ്ക്കകത്തുനിന്ന് കുമ്പോളം എടുക്കുന്നത്. ഓക്കെ കേട്ടോ. ഇപ്പോൾ ഇവിടെയാണ് ആ സ്വാമി തപസ് ഇരുന്നത് കേട്ടോ. ഇത്രയും വലിയൊരു മലയുടെ അടിവാരത്തിൽ വന്ന സ്വാമി ഇവിടെ തപസ്സിരുന്ന കേട്ടോ. ഓ, ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കേട്ടോ. വലിയൊരു ഗുഹയെന്ന് പറഞ്ഞു. ഓ, അപ്പോൾ ഈ ഒരു ഗുഹയ്ക്കകത്താട്ടോ സ്വാമി തപസ്സിരുന്നത്. ഇവിടുന്നാണ് കുംഭകോണം. ഓക്കെ, തുടങ്ങുന്ന അല്ലേ? ഓക്കെ. കണ്ടോ, അവിടെ ഭഗവതിയുടെ സ്വാമിയുടെ പടമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ആ സ്വാമി തപസ്സിരുന്നത് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ കാണിക്കുകയാണെങ്കിൽ കണ്ടോ, ഇതുപോലെ
ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വർഷകാലത്ത് വന്നാൽ ഇവിടെ മൊത്തം വെള്ളമായിരിക്കും കേട്ടോ. എന്താ അല്ലേ, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, വലിയ ഇങ്ങനെ. അപ്പോൾ സ്വാമി സമാധിയായിട്ട് ഒരുപാട് നാളായിട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ മൂലമറ്റത്തിൻ്റെ മലയ്ക്ക് അടിവാരത്തിലുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത കാഴ്ചകളോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ മൂന്നങ്കവയൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അതായത് നമ്മുടെ ത്രിവേണി സംഗമത്തിൻ്റെ അവിടെയുള്ള ആ ഒരു പാലം കഴിഞ്ഞിട്ട് തൊട്ട് താഴെയുള്ള തൂക്കുപാലമാണ്. ഇവിടെ ചെറിയൊരു കപ്പേളയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വഴിയുടെ അങ്ങോട്ട്, ഇത് അധികം ആൾക്കാർക്ക് പരിചയമില്ലാത്തൊരു പാലമാണ് മൂലമറ്റത്തുള്ള കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു പാലം പോയി, തൂക്കുപാലം പോയി കാണാം. അതിൻ്റെ അപ്പുറത്ത് കുറേ ആൾക്കാരൊക്കെ താമസിക്കണം കേട്ടോ. നമുക്ക് ഈ വഴി അങ്ങ് പോയാൽ മതി കണ്ടോ. ഇത് ഭയങ്കര രസമാണ്. ഇവിടെ ഇങ്ങനെ നമ്മുടെ ഇരവിഴ, പുഞ്ചിറ മല, വാഗമൺ മലനിരകളാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. ഒരു തൂക്കുപാലത്തിലേക്ക് നടക്കാൻ വേണ്ടി കുറച്ച് കേട്ടോ, ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട്. നമുക്ക് കാറ് വന്നാൽ കൊണ്ടുപോയാലോ കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ചെറിയ റോഡായതുകൊണ്ട് കണ്ടോ, ചെറിയ റോഡായതുകൊണ്ട് വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ റോഡിൽ ഇട്ടിട്ടാണ് വന്നത്. പക്ഷേ അത് ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ വരെ പോകാം കേട്ടോ. തൂക്കുപാലം കിടന്ന് കുറച്ച് ആൾക്കാർ അപ്പുറത്ത് താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇതിൻ്റെ തൊട്ട് താഴെ നിന്നാണ് വന്നേക്കുന്നത്. ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ അത്. അയ്യോ, ഇവിടെയൊക്കെ ശരിക്കും അങ്ങനത്തെ താഴ്ത്തോട്ടൊക്കെ നോക്കി അവിടെ ഇങ്ങനെ കടവുണ്ട് കേട്ടോ, നമുക്ക് വിളിക്കാനുള്ള കണ്ടോ. അവിടെ ആ സ്ഥലത്തായിട്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ അധികം ആൾക്കാരൊന്നും ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തുണ്ടോ, അടിപൊളിയല്ലേ, സൂപ്പറല്ലേ. ഈ മൂന്നങ്കവയൽ തൂക്കുപാലത്തിനപ്പുറം കുറച്ച് വീട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ നിന്നുണ്ടല്ലോ ആ മൂലമറ്റത്ത് അങ്ങ് ദൂരെയുള്ള ആ മലനിരകളുടെ സൗന്ദര്യം, അയ്യോ എന്തൊരു ഭംഗിയെന്നറിയോ. നമ്മുടെ തൊടുപുഴയാർ എത്ര സുന്ദരമാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ അത്യാവശ്യം നീന്തലൊക്കെ അറിയാവുന്നവർക്ക് വേണമെങ്കിൽ പുഴയിലിറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മൂലമറ്റം പവർ ഹൗസിലെ വെള്ളം തുറന്നു വിട്ടാൽ ഇവിടെ പെട്ടെന്ന് വെള്ളം പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാലത്തിൻ്റെ താഴെ വേറൊരു പാലമാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മുടെ സുശീല ചേച്ചിയുടെ കടയിൽ കയറി കേട്ടോ. 130 രൂപയുള്ളൂ ലഞ്ചിന്. പക്ഷേ വെർത്താണ്. എന്തോരം കറികളാണെന്നറിയോ, അത് നല്ല ടേസ്റ്റുള്ള കറികൾ. അപ്പോൾ നിങ്ങൾ മൂലമറ്റം റൂട്ടിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും സുശീല ചേച്ചിയുടെ കടയിൽ കയറി ഒന്ന് ലഞ്ച് കഴിക്കണേ. പുറകെ കാണുന്ന സ്കൂളാട്ടോ, അറക്കുളം സെൻറ്റ് തോമസ് LP സ്കൂളാണിത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ തന്നെ പഴയ പള്ളി കേട്ടോ. ഈ പാലമൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ നീന്തിയൊക്കെ അക്കരയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് പറഞ്ഞു. അല്ല ചെറിയ വെള്ളമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ. അപ്പോൾ ഇതൊരു വളരെ പഴയ ഒരു പാലമാണ് കണ്ടോ. അപ്പോൾ അതാണ് നല്ല രസം കേട്ടോ. ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് അങ്ങോട്ട് താഴത്തോട്ട് പോകാൻ പറ്റും. ഇവിടുന്ന് ഒരു കുറച്ചുകൂടെ ഒരു 3-4 കിലോമീറ്റർ കൂടെ പോയാൽ നമുക്ക് കാഞ്ഞാറൊക്കെ എത്തും കേട്ടോ. മലയുടെ അടിവാരത്തിലിരിക്കുന്ന പള്ളികൾ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. 1922 ഈ ഒരു പള്ളി പണിതിട്ടുള്ളത്. ഇപ്പോൾ കാണുന്ന ഈ ഒരു പള്ളി എനിക്ക് വേണമെങ്കിൽ പുതുക്കി പണിത പള്ളിയാണെന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു അത്രയും പഴയൊരു പള്ളിയാണ് ഈ മൂലമറ്റം ഏരിയയിലെ. എനിക്ക് വേണമെങ്കിൽ ഇവിടുത്തെ തന്നെ ആദ്യത്തെ പള്ളിയാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പള്ളിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു അറക്കുളം പഴയ പള്ളിയും ആ ഒരു LP സ്കൂളും പിന്നെ നമ്മുടെ തൊടുപുഴയാറും ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ചയാണ് ഇതൊരു മൂന്നും കൂടെ ഒരുമിച്ച് വരുമ്പോൾ. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമാണ് കേട്ടോ. കാരണം വെച്ചാൽ മലങ്കര ഡാമിലെ വെള്ളം ഇങ്ങനെ ഇങ്ങോട്ടാകുമ്പോഴത്തേനും ഇങ്ങനെ കയറി കിടക്കും കേട്ടോ. കുറച്ചുകൂടെ ആഴം കൂടുതലുണ്ട് ഇവിടെ അല്ലേ. കണ്ടോ, അടിപൊളിയല്ലേ. ഇവിടെ തന്നെ ഒഴുക്കൊക്കെ കുറഞ്ഞ കേട്ടോ, ഒരു പച്ച നിറം മാത്രമേ ഉള്ളൂ വെള്ളത്തിന്. അപ്പോൾ നമ്മുടെ വീഡിയോ ദേ ഈ ഒരു ഇവിടം കൊണ്ട് അവസാനിക്കും കേട്ടോ. അപ്പോൾ ഇനിയുമുണ്ട് ഒരുപാട് ഗ്രാമങ്ങൾ. അപ്പോൾ ഒത്തിരി ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും, അതുകൊണ്ടാണ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ മൂലമറ്റത്തിൻ്റെ ഇനി കാണാത്ത ഒരുപാട് ഗ്രാമങ്ങളുടെ കാഴ്ചയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഇനി ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാത്ത ഏതെങ്കിലും ഗ്രാമങ്ങളൊക്കെ ഇവിടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഏതൊക്കെ സ്ഥലമൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട് എല്ലാവരും അറിയട്ടെ അല്ലേ. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒത്തിരി ഉൾഗ്രാമങ്ങളുണ്ട് കേട്ടോ. ഉള്ളിലോട്ട് കയറിയാൽ ഈ മലയ്ക്ക് മേളിലോട്ട് ഇരവിഴ പുഞ്ചിറ മലയുടെ അടിവാരം കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ കണ്ടോ, വലിയ മലയാണ് മുകളിൽ. ഇവിടെ ശരിക്കും വർഷകാലത്തൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വരും. പിന്നെ ഇവിടെ തൊടുപുഴയാറിൻ്റെ തീരെ കരയായതുകൊണ്ട് തന്നെ ഇവിടെ കുളിക്കാനൊക്കെ ഇഷ്ടം പോലെ സൗകര്യം കേട്ടോ. എപ്പോൾ വന്നാലും എത്ര കൊടും വേനൽ വന്നാലും നിങ്ങൾക്ക് കുളിക്കാൻ പറ്റിയ ഒരു ആറാണെങ്കിൽ തൊടുപുഴയാറാണ് ഏറ്റവും കൂടുതൽ വെള്ളം. കാരണം വെച്ചാൽ പവർ ഹൗസിലെ വെള്ളം വരുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു നാടിൻ്റെ കാഴ്ചകളൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ടേ. അപ്പോൾ മറ്റൊരു നാട്ടിലെ നല്ലൊരു കാഴ്ചയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.